ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹരിയാലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങും കേട്ടോ. ഉറങ്ങി എണിച്ചിട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മഗ്‌രിബിൻ്റെ മുന്നായിട്ട് അവനൊന്ന് താഴത്തേക്ക് കളിക്കാനൊക്കെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുന്ന ടോയ്സോ സ്കൂട്ടറൊക്കെ ആയിട്ടാണ് ആൾ താഴത്തേക്ക് പോവാറ്. ഇതൊരു ഡെയിലി റൊട്ടീനൊന്നുമല്ല, മിക്കപ്പോഴും മഗ്‌രിബിക്ക് ശേഷമായിരിക്കും പോവുക, നൈറ്റ് ആയതിൻ്റെ ശേഷം. താഴെ പോണത് പറഞ്ഞാൽ ആൾക്ക് നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ കേട്ടിട്ട് എല്ലാം വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നൂരിവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ താഴെ എത്തിയപ്പോൾ തന്നെ അവരൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം താഴെ കളിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ കയറി. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ടാക്കാം. ഞാനിപ്പോൾ ഒരു 1/2 kg ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റാണ് ഈ പറയണത്. ഒരു കൈ ഫുള്ളായിട്ട് മല്ലിയില, അതുപോലെ പുതിനയിലയും ആഡാക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല അത്യാവശ്യം എരിവുള്ള ഒരു 3 പച്ചമുളകും കൂടി ആഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൈ ഫുള്ളായിട്ട് കാഷ്യും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഹാഫ് ക്വാണ്ടിറ്റിയിൽ ഒരു കൈ ഫുള്ളായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു കുറച്ച് വോൾ പെപ്പറും കൂടി ആഡാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകമല്ലേ, കളർ കുറഞ്ഞ ജീരകം, അതും കൂടി ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അരയാൻ വേണ്ടിയിട്ട് പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതലാവാണ്ട് പ്രത്യേകം നോക്കണം. അങ്ങനെ ഇത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഇതാ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 1/2 kg ചിക്കനിൽ ആഡാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബോണുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോൺലെസ് ചിക്കനും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഞാൻ യോഗേർട്ട് ആഡാക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ യോഗേർട്ട് ഞാനിതിലേക്ക് ആഡാക്കിയിട്ടുണ്ട്. നമ്മളിതിൽ ഒരുപാട് സ്പൈസസ് ഒന്നും ഇടണില്ല, അതുകൊണ്ട് തന്നെ ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. അതുപോലെ 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണ് സോൾട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചിക്കന് ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ ഇത് മാഗ്നറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമുക്കിങ്ങനെ മാഗ്നറ്റ് ചെയ്യുമ്പോൾ തോന്നും മസാലാസൊക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷെ നമുക്കിതിൽ കുറച്ച് എക്സ്ട്രാ മസാലയുടെ ആവശ്യമുണ്ട്. അത് ഗ്രേവി ആയിട്ട് ലാസ്റ്റ് വരും. അങ്ങനെ ഇത് ഫുള്ള് നന്നായിട്ട് മാഗ്നറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ട് നമുക്ക് ഇതിലേക്കൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. ഞാനിതാ ഒരു ഫോയിൽ പേപ്പർ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 2 പീസ് കോള് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി ആഡാക്കിയിട്ട് നല്ല സ്മോക്കി ഫ്ലേവർ വരുത്തുന്നുണ്ട്. ആ സ്മോക്ക് വന്ന അപ്പം തന്നെ നമുക്ക് ടൈറ്റായിട്ട് ക്ലോസ് ആക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഹോള് ക്ലോസ് ആവുന്ന രീതിയിൽ ഒരു ടിഷ്യൂ എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്മോക്ക് തീരെ പുറത്ത് പോകാണ്ട് നമുക്ക് കിട്ടും. ഇനി ഒരു മീഡിയം സൈസ് ഓണിയന് നല്ല നൈസായിട്ട് കട്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് ഫ്രൈ ആക്കണത്. പാന് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ സ്പൈസസ് ആണോ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1/2 kg ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാഗ്നറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, ഒരു 10 മിനിറ്റോളം മാഗ്നറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും അതിലേക്ക് നന്നായിട്ട് ആ സ്മോക്കിൻ്റെ ഫ്ലേവർ കിട്ടും. ഇനി അത് ഫുള്ള് പാനിൽ പരത്തി വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഫുള്ള് ടൈറ്റായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പാനിൽ നമ്മൾ ഫുള്ളായിട്ട് അത് പരത്തി വെക്കുകയാണ്. ഇനി ചിക്കന് ഓരോന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലോണം മുരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, 2 സൈഡൊന്ന് ജസ്റ്റ് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ മാഗ്നറ്റ് ചെയ്തിട്ട് ബാക്കി വന്ന മസാലയില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഈ കറിയിൽ ഗ്രേവി ആയിട്ട് വരുന്നത്. ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, കുറച്ചൊരു ഗ്രേവി ആയിട്ട് വരുന്നത് ഈ മസാലയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏത് ഓയിലാണോ ഉള്ളത് അതൊന്ന് കുറച്ചൊന്ന് ആഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. കുറച്ച് വെള്ളവും കൂടി ആഡാക്കിയിട്ട്
ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയെടുക്കുക, ആ എണ്ണ ഒന്ന് തെളിയണത് വരെ. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറും മാറിയിട്ടുണ്ട്, നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ടുമുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ചിക്കനെ ഇതിലേക്ക് ആഡാക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഇനി ഫ്രൈ ആക്കി വെച്ച ഓണിയൻസൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ്സ് ഇത് ക്ലോസ് ആക്കിയിട്ട് കുക്കാക്കിയാൽ കറി റെഡിയായി. ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഞാനിപ്പോൾ ഇതാ മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. മാവ് കറക്റ്റ് ചപ്പാത്തിക്ക് നമ്മളെങ്ങനെയാണോ കുഴക്കാറ് അതുപോലെ തന്നെ. ഇത് പരത്തുന്നതിൽ മാത്രമാണ് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്. നമ്മൾ അധികം നൈസാക്കിയിട്ട് പരത്താണ്ട് ഇതുപോലെ കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കുക ആദ്യം. എന്നിട്ട് ഗീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗീ അല്ലെങ്കിൽ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇത് ഫുള്ള് സ്പ്രെഡാക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഹാഫ് മടക്കിയിടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ മടക്കിയ ഭാഗത്ത് കുറച്ചും കൂടി ഗീ എടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്നും കൂടി മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം 4 ലെയറായിട്ട് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇട്ടിട്ട് അമർത്തിയിട്ട് പരത്തരുത്. നമ്മൾ അതിനൊന്ന് റോളാക്കിയിട്ട് വേണം ഇത് വലുതാക്കിയിട്ട് എടുക്കാൻ. അല്ലെങ്കിൽ ഈ ലെയറൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ചുട്ടാൽ ലെയർ ശരിക്കും കാണാണ്ടായി പോകും, അത് ഒട്ടിപ്പിടിച്ചിട്ട്. അതൊന്നിങ്ങനെ റോളാക്കി കൊടുത്തിട്ട് വലുതാക്കി എടുത്താൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. പാന് നന്നായി ചൂടായതിൻ്റെ ശേഷം ചപ്പാത്തി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാ ചപ്പാത്തി ചുടുന്ന പോലെ ഒരുപാട് നേരിട്ടിട്ട് ഒരു സൈഡ് കുക്കാക്കി എടുക്കരുത്. ഇതൊരു സൈഡ് ജസ്റ്റ് ഒന്ന് കുക്കായി കണ്ടാൽ അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അങ്ങനെ 2 സൈഡും ചെറുതായിട്ട് കുക്കായി കണ്ടാൽ കുറച്ച് ഗീ സ്പ്രെഡാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കുക കേട്ടോ. അധിക നേരം ഒരു സൈഡ് തന്നെ കുക്കാക്കരുത്. ഇതിങ്ങനെ പ്രസ്സാക്കി കൊടുത്തിട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. ഇതാ ഇതുപോലെ. ചപ്പാത്തിയൊക്കെ അങ്ങനെ എല്ലാം കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ വീറ്റ് പൊറോട്ട ഒക്കെ കഴിക്കൂലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുക. ഉള്ളിൽ ഇതാ 4 ലെയറൊക്കെ ശരിക്ക് വിട്ടിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ലെയേഴ്സായ കാരണം തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഉള്ളിയും തക്കാളിയും ഒന്നും കട്ടാക്കാണ്ടും കുറേ വഴറ്റാണ്ടൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണിത്. പിന്നെ ഒരുപാട് മസാലകളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഉറപ്പായിട്ടും ട്രൈ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ.